الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي من الصالحين فبشرناه بغلام حليم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിലേക്കും നാം ബലിപെരുന്നാളിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ആഴ്ചകൾക്ക് ശേഷം ഈദുൽ അദ്ഹ കടന്നു വരികയാണ്. മഹത്തായ ബലികർമ്മം എന്ന ആരാധന ബലിപെരുന്നാളിൽ ഉള്ളത് കൊണ്ടാണ് ബലിപെരുന്നാൾ, ഈദുൽ അദ്ഹ എന്ന പേര് ലഭിച്ചത് തന്നെ. ഉളുഹിയ്യയുടെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും നൽകാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും ചരിത്രം തന്നെയാണ് ബലികർമ്മത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. ഐഹിക ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ കൺകുളിർമയാണ് സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യഘട്ടം വരെ അതിനുള്ള ഒരു അവസരമുണ്ടായില്ല, സന്താന സൗഭാഗ്യമുണ്ടായില്ല. വാർദ്ധക്യഘട്ടത്തിലും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിലെ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്. ആ പ്രാർത്ഥനകൾ, ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാദാ സജ്ജനങ്ങളിൽ നിന്ന്, സജ്ജനങ്ങളായ സന്താനങ്ങളിൽ നിന്ന് എനിക്ക് നീ നൽകണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന ദീർഘകാലം അദ്ദേഹം നിർവഹിച്ചുവെങ്കിലും ആ പ്രാർത്ഥന വൃഥാവിലാവുന്നില്ല. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് ഒരു മഹത്തായ സന്താനത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹു പറയാണ്,
നാം ഇബ്രാഹിമിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഗുലാമിൻ ഹലീം, അങ്ങേയറ്റം സഹനശീലമുള്ള ഒരു സന്താനത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നാം ഇബ്രാഹിമിന് അറിയിച്ചു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് സന്താനമുണ്ടായി. ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. فلما بلغ معه السعي, ആ സന്താനം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കുന്ന കാലത്ത് ഖാല യാ ബുനയ്യ, ഇബ്രാഹിം അലൈഹിസ്സലാം അരുമ സന്താനം ഇസ്മായിൽ അലൈഹിസ്സലാമയെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, നിശ്ചയം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, എനിക്ക് സ്വപ്ന ദർശനമുണ്ടായിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്ന ദർശനം എന്ന് പറയുന്നത് വഹയിന്റെ കൂടി ഭാഗമാണ്, ദിവ്യബോധനത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയോട് പറയുന്നത് ഇന്നി അറാ ഫിൽ മനാമി, നിശ്ചയം ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു, അന്നി അസ്ബഹുക്, നിശ്ചയം ഞാൻ നിന്നെ അറുക്കണമെന്നോ സ്വപ്നത്തിൽ എനിക്ക് ദർശനമുണ്ടായിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് നീ പറയണം. വല്ലാത്തൊരു സ്വപ്ന ദർശനമായിരുന്നു, വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സമർപ്പണവും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ത്യാഗവും അല്ലാഹു തആല പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമല്ല, പ്രിയസന്താനമായ ഇസ്മായിൽ അലൈഹിസ്സലാമയും പൂർണ്ണമായും സമർപ്പിതനാണ് എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ആ പരീക്ഷണത്തിൽ. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണെന്ന് നീ പറയണമെന്നാണ് ഇസ്മായിൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നത്. ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, ഇസ്മായിൽ അലൈഹിസ്സലാം നിസ്സങ്കോചം നിസ്സംശയം പറയാണ്, പ്രിയ പിതാവേ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. ഞാൻ അക്ഷമനാവുകയില്ല, ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിയെ നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ അതൊരു പരീക്ഷണമായിരുന്നു. ലോകത്തൊരു സന്താനത്തെയും അറുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതല്ല, പക്ഷേ ഇതൊരു പരീക്ഷണമായിരുന്നു. ലോകത്ത് ഒരു സന്താനത്തിന്റെയും ഒരു മനുഷ്യന്റെയും ജീവനെടുക്കുക എന്ന് പറയുന്നത് ഈ ദീനിന്റെ താല്പര്യങ്ങളിൽ ഒന്നല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാമയും രണ്ടുപേരെയും പരീക്ഷിക്കുകയായിരുന്നു. നെറ്റിന്മേൽ ചെരിച്ചു കിടത്തിയ സന്ദർഭത്തിൽ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, അല്ലാഹു തആല പറയാണ്, വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു, അൻ യാ ഇബ്രാഹിം, അരുത് ഇബ്രാഹിം, ചെയ്തേക്കരുത്. അത് സ്വദ്ദഖത റുഅ്യ, നിശ്ചയം നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയം അപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക. നിന്റെ സന്താനത്തിന്റെ ജീവൻ എടുക്കുക എന്നത് അള്ളാഹുവിന്റെ താല്പര്യമല്ല, മറിച്ച് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയം ഇത് വ്യക്തമായ പരീക്ഷണമായിരുന്നു. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നീ വിജയിച്ച അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു പകരം നൽകിയെന്ന വഫദൈനാഹു, അദ്ദേഹത്തിന് പകരം നൽകി, ഇസ്മായിലിന് പകരമായി ബിദ്ബിഹിൻ അളീം, മഹത്തായ ഒരു ഉരുവിനെ അള്ളാഹു പകരം നൽകിയെന്ന ഖുർആൻ പറയുന്നത്. ആ ഒരു ആടായിരുന്നുവെന്ന് ഇമാം ഇബ്നു കസീർ അടക്കമുള്ള വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ബലി പെരുന്നാളിന്റെ ചരിത്രം അതാണ്, അതുപോലെ തന്നെ ബലികർമ്മത്തിന്റെ ചരിത്രവും അതാണ്. നമസ്കാരത്തോടൊപ്പം ചേർത്തിക്കൊണ്ടാണ് ബലികർമ്മത്തെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ബലികർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും ഹ്രസ്വമായ അധ്യായം സൂറ അൽ കൗസർ, അവിടെ നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് ബലിയെ പരാമർശിക്കുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, നീ ബലിയെറുക്കുകയും ചെയ്യുക. നിസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് ബലിയെ ഖുർആൻ പരാമർശിക്കുന്നത്.
സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും ബലിക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. മൻ കാന ലഹു സഅതുൻ, ആർക്കെങ്കിലും സാമ്പത്തിക വിശാലതയുണ്ടായി എന്നിട്ടും വലം യുളഹി, അയാൾ ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക്, പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ സമീപിക്കുക പോലും അരുതെന്ന. സാമ്പത്തിക വിശാലതയ്ക്കുണ്ടായി പെരുന്നാൾ ദിവസത്തിൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും നല്ല ആഹാരം കഴിക്കാനുള്ളതുണ്ട്. സാമ്പത്തികമായി വിശാലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഉണ്ടായിട്ടും അയാള് ബലികർമ്മം നിർവഹിക്കാൻ അയാളെ തയ്യാറാവുന്നില്ല. ആ ഒരു മനസ്സ് അയാളുടെ ചിന്തയിലേക്ക് വരുന്നില്ല. ഒരു ഷെയർ കൂടണം എന്നുള്ള ഒരു മനോഗതി അയാൾക്കുണ്ടാവുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചാ പറഞ്ഞത് ഫലാ യഖറബന്ന മുസല്ലാനാ, നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അയാൾ സമീപിക്കുക പോലും അരുത്. കുറച്ച് ഗൗരവത്തിലാണ് ഈ ഹദീസ് ഉള്ളത്. അതുകൊണ്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം, അതായത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണ പ്രകാരം, സ്ഥിരവാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മുഖീമാണ്, നാട്ടിൽ താമസിക്കുന്ന സ്ഥിരതാമസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. അതാണ് ഹനഫി വീക്ഷണം എന്ന് പറയുന്നത്. ബലികർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് നാട്ടിൽ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇമാം അബൂ ഹനീഫയുടെ പക്ഷമാണ്. എന്നാൽ നിർബന്ധമില്ല, പ്രബലമായ അഥവാ മുഅക്കദായ സുന്നത്താണ് എന്നതാണ് ശാഫിഈ വീക്ഷണം എന്ന് പറയുന്നത്. മുഅക്കദായ, അങ്ങേയറ്റം പ്രബലമായ സുന്നത്ത് എന്നതാണ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ അനബലഷണീയമായിട്ടുള്ള കറാഹത്തായിട്ടുള്ള കാര്യമാണത്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഅൽതു ഇബ്ന ഉമർ, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അനിൽ ലഹായ, ബലികർമ്മത്തെ സംബന്ധിച്ച് ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അവാജിബത്തുൻ ഹിയ, ബലികർമ്മം നിർബന്ധമാണോ എന്ന് മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക ശിഷ്യനോട് ചോദിക്കുകയാണ്. പ്രവാചക ശിഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മിൻ ബഅദിഹി വജറത് ബി. അത് നിർബന്ധമാണോ എന്നാണ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? അത് നിർബന്ധ സുന്നത്താണെന്നല്ല പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മിൻ ബഅദി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിച്ചിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ ബലികർമ്മം നിർവഹിച്ചിരുന്നു. വജറത് ബിഹി, ആ സുന്നത്തിങ്ങനെ, ആ ചര്യ ഇങ്ങനെ പ്രവാചകൻ തൊട്ടിങ്ങനെ നടന്നു പോരുകയാണ്, സഹാബിമാര് തൊട്ടിങ്ങനെ നടന്നു പോരുകയാണ്. അതിലൊരു വീഴ്ച അവർ വരുത്തിയിട്ടില്ല. ഇനി അതിന്റെ വിധി എന്താണെന്ന് നിങ്ങൾ സ്വന്തം അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു രീതിയായിരുന്നു അത് ഒഴിവാക്കുന്ന ഒരു സമീപനം അവർക്കുണ്ടായിരുന്നില്ല. അഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന 10 സിനീന യുളഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 കൊല്ലത്തോളം ജീവിച്ചത് ബലികർമ്മം നിർവഹിച്ചുകൊണ്ടായിരുന്നു. ബലികർമ്മം നിർവഹിച്ചുകൊണ്ടേ ആയിരുന്നു. എല്ലാ ബലിപെരുന്നാളിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ വിധി നമ്മൾ എങ്ങനെ വിശദീകരിച്ചാലും വലിയ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത എല്ലാവരും ചെയ്യേണ്ടുന്ന പുണ്യകർമ്മമാണ്. അതെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത്. മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം. മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം. എന്നാൽ ആടിൽ ഷെയർ ഇല്ല. അതേസമയം ഒരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ഒരാട് അറുത്താലും മതിയാവുന്നതാണ്. കാന റജുലു ഫീ അഹദി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബിശാത്തി അൻഹു വ അൻ അഹ്ലി ബൈത്തി. ഒരാള് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാടിനെ അറുക്കും.
അത് അയാൾക്കും അയാളുടെ വീട്ടിലുള്ള എല്ലാവർക്കും എന്ന നിയ്യത്തിൽ ഒരാടിനറുക്കുമായിരുന്നു. കുടുംബനാഥന് ഒരു വീട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരാട് അറുക്കാവുന്നതാണ്. പക്ഷേ ആടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഷെയർ കൂടാൻ പാടില്ല. മറ്റുള്ള കാലികളിലാണ്, ഒട്ടകത്തിലും അതുപോലെ തന്നെ മാടിലുമൊക്കെയാണ് 7 പേർക്ക് ഷെയർ കൂടാൻ സാധിക്കുകയുള്ളൂ. 7 പേരിന് അപ്പുറത്തേക്ക് ഷെയർ കൂടാനും പാടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉളുഹിയ്യയുടെ പ്രാധാന്യം ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ധാരാളം വിശദീകരിച്ചിട്ടുള്ളതാണ്. ധാരാളം പറഞ്ഞിട്ടുണ്ട് ഉളുഹിയ്യയുടെ പ്രാധാന്യം. ഖുർആനിലുമുണ്ട്, സ്വഹീഹായ ഹദീസുകളിലുമുണ്ട്. ഈ കാലത്ത് ചില ആളുകൾ ഇപ്രകാരം പറയും, അതായത് എന്തിനാണ് ഇങ്ങനെ കാലികളെ ഇങ്ങനെ അറക്കുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ പണം വിനിയോഗിച്ചാൽ മതി. ഈ ഉളുഹിയ്യത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിന് ചെലവഴിക്കുന്ന പണം അനാഥകളെയും വിധവകളെയും സംരക്ഷിക്കുന്നതിനോ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കണമെന്ന് പറയുന്ന കുറേ ആളുകൾ സമൂഹത്തിലുണ്ട്. അത് തെറ്റായ ഒരു വാദഗതിയാണ്. കാരണം ഉളുഹിയ്യത്ത് കേവലം ഒരു ചാരിറ്റിയല്ല. അത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനകളിൽ ഒന്നും അള്ളാഹുവിന്റെ ശിആറുകളെ, അവന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗവുമാണ്. വമൻ യുഅല്ലിം മിൻ ശആഇരില്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിച്ചാൽ നിശ്ചയം അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണെന്നാണ്. അള്ളാഹിന്റെ ചിഹ്നങ്ങൾ, ആടുമാട് ഒട്ടകങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അവയിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അങ്ങനെ അവയെ കശാപ്പ് ചെയ്യുക, അറുക്കുക, ബലികർമ്മം നിർവഹിക്കുക, ഇത് അള്ളാഹുവിന്റെ ശിആറുകളെ തഅ്ലീം ചെയ്യുന്നതിന്റെ ഭാഗമാണ്, ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതാ ഖുർആൻ പറഞ്ഞത്, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. വൽ ബുദ്ന ഒട്ടകങ്ങളെ ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിലാണ് അതിനെ അള്ളാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. അതുകൊണ്ട് ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സ്വവാഫ്, ഒട്ടകങ്ങളാവുമ്പോ അവയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കണം. സ്വവാഫ്, അവയെ കാലിൽ നിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം സ്മരിക്കേണ്ടത്. അവയെ ഇറക്കേണ്ടത് അവയെ കാലിൽ നിർത്തിക്കൊണ്ടാണ് എന്നാണ്. എന്നിട്ട് ഫൈദാ വജബത് ജുനൂബുഹാ, ഒട്ടകങ്ങളെ സംബന്ധിച്ചാ പറഞ്ഞത്. അവ അതിന്റെ പാർശ്വങ്ങളിൽ വീണ് കഴിഞ്ഞാൽ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണേ. വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണേ. അൽ ഖാനിയ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നയാളെയും, വൽ മുഅ്തർ, യാചിച്ചു വരുന്ന, ചോദിച്ചു വരുന്ന ആളുകളെയും നിങ്ങൾ അതിൽ നിന്ന് തീറ്റിപ്പിക്കുകയും ചെയ്യണേ, ഭക്ഷിപ്പിക്കുകയും ചെയ്യണേ. ഇവിടെ പറയുന്നത് ഒട്ടകങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ട് അവയെ നിങ്ങൾ ബലിയെറുക്കണമെന്നാണ്. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അപ്രകാരം അല്ലാഹു തആല ഈ കാലികളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ കാലികളെ അറുത്തുകൊണ്ട് ബലികർമ്മം നിർവഹിക്കുക, ബലിപെരുന്നാൾ ദിനങ്ങളിൽ എന്നത് അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുന്നതിന്റെ ഭാഗം എന്ന നിലയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ കേവലം ഒരു ചാരിറ്റിയല്ല. കുറച്ച് മാംസം അറുത്തുകൊണ്ട് ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുക എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലെ നുസുക്കുകളിൽ, ഇസ്ലാമിലെ മഹത്തായ ആരാധനകളിൽ ഒന്നാണ് ബലി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതെങ്ങനെ നിർവഹിക്കണം, അതിൽ എത്ര പേര് ഷെയർ കൂടണം, അതെങ്ങനെ വിതരണം ചെയ്യണം എന്നെല്ലാം വളരെ കൃത്യമായിട്ട് പ്രവാചക വചനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശദാംശങ്ങളിലൂടെ കർമ്മശാസ്ത്ര കൃതികൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നിർവഹിക്കണം. എങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്ന് പറയാണ്. അതായത് ഒരാൾ ബലിയിറക്കുമ്പോ ആ വീട്ടുകാർക്ക് ആ ബലിമാംസത്തിന്റെ 1/3 വരെ ഉപയോഗിക്കാം. നിർബന്ധമായും ഉപയോഗിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ 1/3 വരെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അയൽക്കാരായ ആളുകൾക്ക് ഹദിയായിട്ടും മറ്റും ഗിഫ്റ്റായിട്ടും മറ്റും 1/3 നൽകാവുന്നതാണ്. അതുപോലെ യാചകരായ ചോദിച്ചു വരുന്ന ആളുകൾക്ക് 1/3 ദാനം ചെയ്യാവുന്നതാണ്. അപ്പൊ 1/3 ദാനം, 1/3 ഹദിയ, അതുപോലെ തന്നെ 1/3 വീട്ടുകാർക്കും ഉപയോഗിക്കാം. 1/3 വരെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ബലിമാംസം നൽകാൻ പാടുണ്ടോ? പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാരെ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഇസ്ലാമികമായ ന്യായങ്ങളില്ല എന്നുള്ളതാണ്. കാരണം ദരിദ്രർക്ക് നൽകുക എന്ന പൊതുവായ പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. നാം നേരത്തെ ഓതി വെച്ച ഖുർആനിക വചനത്തിൽ തന്നെ കാണുന്നത് എന്താണ്? അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ യാചകരായ ആളുകൾക്കും നൽകാവുന്നതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ യാചകർ എന്ന പൊതുവായ പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ഖുർആനിന്റെ മറ്റൊരു പ്രയോഗം ദരിദ്രരായ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാ ഖുർആന്റെ പ്രയോഗം. മുസ്ലിങ്ങളായ ദരിദ്രരെന്നോ മുസ്ലിങ്ങളിലുള്ള യാചകരെന്നോ മുസ്ലിങ്ങളിലുള്ള കഷ്ടപ്പെടുന്നവരെന്നോ മുസ്ലിങ്ങൾ എന്നോ ഒരു പ്രയോഗം ഖുർആനിലില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് നൽകാവുന്നതാണ്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ബലിമാംസം നൽകാവുന്നതാണ് എന്ന നിലപാടാണ് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സഹോദര സമുദായങ്ങൾക്ക് ഇത്തരം ദാനങ്ങളൊക്കെ നൽകണമെന്ന പൊതുവായ പരാമർശം ഖുർആനിലെ ധാരാളം വചനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു പറയാണ്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. മതകാര്യങ്ങളിൽ നിങ്ങളോട് ഇങ്ങോട്ട് പോരടിക്കാത്ത ആളുകളെ അങ്ങോട്ട് നിങ്ങൾ സഹായിക്കുക, പിന്തുണക്കുക എന്ന കാര്യത്തിലൊന്നും ദീനിൽ യാതൊരു വിലക്കുമില്ല. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത, അതുപോലെ വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ ആട്ടിപ്പുറത്താക്കാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ അൻ തബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. ധാരാളം നന്മകൾ, ദാനങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് ധാരാളമായിട്ട് ചെയ്യണം. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയം അല്ലാഹു തആല നീതിയിൽ വർത്തിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവനാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നന്മകൾ സഹോദര സമുദായങ്ങൾക്ക് ധാരാളമായിട്ട് അനുഭവിക്കാനുള്ള അവസരമുണ്ടാവണം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ബലിമാംസം സഹോദര സമുദായങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിലക്കില്ല, ഖുർആനിന്റെ വിലക്കില്ല, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിലക്കുകളില്ല എന്നുള്ളതാണ്. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്: അന്ന അബ്ദുല്ലാഹ് ഇബ്നു അംറിൻ സുബിഹത് ലഹു ഷാത്തുൻ ഫീ അഹ്ലി. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. എന്നിട്ട് ആ ആടിന്റെ മാംസമെല്ലാം പാകം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു എന്ന്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? അഹദൈതും ലിജാരിനൽ യഹൂദി, ജൂതമത വിശ്വാസിയായ നമ്മുടെ അയൽക്കാരന് ഇത് നൽകിയോ എന്നാ ചോദിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ജൂതമത വിശ്വാസിയായ നമ്മുടെ അയൽക്കാരന് ഇത് നൽകിയോ? 2 പ്രാവശ്യം അദ്ദേഹം അത് ചോദിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പ്രവാചകന്റെ ഒരു ഹദീസ് അവരെ കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയുവരിസുനി. ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും അയൽക്കാരന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അയൽക്കാരൻ എന്റെ സ്വത്തിൽ അനന്തരമെടുത്തേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം അയൽക്കാരന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന പ്രവാചകന്റെ ഹദീസ് കേൾപ്പിക്കും. എപ്പോഴെങ്കിലും കൊടുത്തിട്ടില്ല, അയൽക്കാർക്ക് കൊടുത്തിട്ടില്ല എന്ന മറുപടി സ്വഹാബിമാരുടെ അടുക്കൽ വന്നാൽ ഉടനെ പറയുന്നത്, കേൾപ്പിക്കുന്നത് പ്രവാചകന്റെ ഹദീസാണ്. അയൽക്കാരനെ സ്നേഹിക്കാൻ, അയൽക്കാർക്ക് നൽകാൻ പറയുന്ന റസൂലുള്ളാഹിന്റെ ഹദീസുകൾ. വീട്ടിൽ ആടിനറുത്ത് മാംസം തന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഇത് നമ്മുടെ അയൽക്കാർക്ക്, ഇത് ജൂതമത വിശ്വാസിയായ നമ്മുടെ അയൽക്കാർക്ക് ഇത് നൽകിയോ എന്നാണ്.
അപ്പൊ ഇത് ഉലഹിയത്തിന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഉലഹിയത്ത് നൽകാൻ പാടില്ല എന്ന ഒരു പരാമർശവും ഖുർആനിലും ഹദീസിലും ഇല്ലെന്നിരിക്കെ അങ്ങനെ ഒരു കാർക്കശ്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഹംബലി പണ്ഡിതനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി ഉലഹിയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, വയജൂസു അയ്യുത്ഇമ മിൻഹാ കാഫിറൻ, വയജൂസു അനുവദനീയമാണ്, അയ്യുത്ഇമ മിൻഹാ കാഫിറൻ, ആ ബലിമാംസത്തിൽ നിന്ന് കാഫിറിനും നൽകൽ അതല്ലെങ്കിൽ കാഫിറിനും ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണ്. ലിയന്നഹു സദഖത്തു തതവ്വുഇൻ, നിശ്ചയം അത് ഐച്ഛികമായ ദാനമാണ്. ബലികർമ്മം അത് അള്ളാഹുവിന്റെ ചിഹ്നം എന്ന രീതിയിൽ അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് ദാനമാണ്. ആ ദാനം സദഖത്തു തതവ്വുഇൻ, അത് ഐച്ഛിക ദാനമാണെന്നാണ് ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഫജാസ ഇത്ആമുഹ ദിമ്മിയ്യ വൽ അസീറ കസായിരി സദഖത്തി തതവ്വുഇ, അതുകൊണ്ട് ഫജാസ ഇത്ആമുഹ, ഈ ബലിമാംസം ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണ്. അദ്ദിമ്മിയ്യ, ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാർ, സഹോദര സമുദായാംഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വൽ അസീർ, അതുപോലെ തന്നെ ബന്ദികളായിട്ടുള്ള ആളുകൾ, യുദ്ധത്തിലും മറ്റുമൊക്കെ വരുന്ന ബന്ദികൾ, അവരെ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല, അവർക്കും നൽകാം. കസായിരി സ്വദഖത്തി തതവ്വുഇ, മറ്റുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങൾ പോലെ സഹോദര സമുദായാംഗങ്ങൾക്ക് അത് നൽകാം എന്ന പൗരാണിക പണ്ഡിതനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുഗ്നി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ബലിമാംസത്തെ അനാദരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ അത് വിതരണം ചെയ്യാം എന്ന നിലപാടാണ് ഇസ്ലാമികമായി ഏറ്റവും ശരിയും പൂർണ്ണവുമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബലിമൃഗത്തിന്റെ തോലും ദാനം ചെയ്യണം എന്നാണ്. തോല് വിൽക്കാൻ പാടില്ല, അറിവില്ലാതെ ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ബലിദായകൻ ബലിമൃഗത്തിന്റെ തോല് വിറ്റ് അത് സ്വയം ഉപയോഗിക്കാനും പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് വിറ്റുകൊണ്ട് അതിന്റെ കാശും ഉപയോഗിക്കാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും ബലിമൃഗത്തിന്റെ തോല് അത് ദാനമായിട്ട് മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാഅ ജിൽദ ഉൽഹിയതഹു ഫലാ ഉൽഹിയത ലഹു, ആരെങ്കിലും ബലിമാംസത്തിന്റെ തോല് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ഉലഹിയത്തില്ല, വിറ്റുകൊണ്ട് അതിന്റെ പണം അയാൾ സ്വയം പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയാണ്, ബലിദായകൻ സ്വയം പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ അയാൾക്ക് ആ ബലികർമ്മത്തിന്റെ പുണ്യം ലഭിക്കുകയില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ബലിമൃഗത്തെ കൈകാര്യം ചെയ്യാൻ കൽപ്പിച്ചു, അതിന്റെ മാംസവും തോലുമെല്ലാം ദാനം ചെയ്യാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചത്. ചില ആളുകൾ ചിന്തിക്കും അതിന്റെ തോല് അത് കശാപ്പുകാർക്ക് അവരുടെ കൂലിയായിട്ട് നൽകാം. പക്ഷേ അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. കശാപ്പുകാർക്ക് കൂലി വേറെ തന്നെ കൊടുക്കണം. അതിന്റെ തോല് അത് ദാനമായി, കശാപ്പുകാരൻ പാവപ്പെട്ടവനാണെങ്കിൽ അയാൾക്കും ദാനമായി ഫ്രീ ആയിട്ട് അത് നൽകാം. പക്ഷേ അത് ഒരിക്കലും തന്നെ അയാളുടെ കൂലിയായിട്ട് പോലും നൽകാൻ പാടില്ല. കൂലി വേറെ തന്നെ നൽകണം. മറിച്ച് തോല് അതല്ലെങ്കിൽ അതിന്റെ മൂല്യം അത് ദാനമായിട്ട് പാവപ്പെട്ടവരിൽ എത്തിക്കണം എന്നുള്ളതാണ്. അത് ഉലഹിയത്ത് സംഘടിപ്പിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അത് ദാനമായിട്ട് തന്നെ മുഴുവനും പോവണം. അതുപോലെ തന്നെ ബലിമൃഗത്തിന്റെ പ്രായവുമായി ബന്ധപ്പെട്ടും ചില ഉപാധികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ബഹു ഇല്ലാ മുസിന്ന, നിങ്ങൾ മുസിന്നയെ അല്ലാതെ അറുക്കാൻ പാടില്ല. മുസിന്ന അത് വിശദീകരിക്കാം നമുക്ക്. എല്ലാ അയ്യഅ്സുറ അലൈക്കും ഫതസ്ബഹു ജസ്അതൻ മിനൽ ലഅനി, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ മുസിന്നയല്ലാതെ, മുസിന്ന എന്ന് പറഞ്ഞാൽ പല്ല് വന്നത് എന്നാണ്, പല്ല് വന്ന മൃഗങ്ങളെ അല്ലാതെ, രണ്ടാമത്തെ പല്ല് ആ പാൽപ്പല്ല് പോയിട്ട് പുതിയ പല്ല് വന്ന മൃഗങ്ങൾ, അതാണ് മുസിന്ന എന്ന് പറയുന്നത്. അതിനെയല്ലാതെ നിങ്ങൾ അറക്കാൻ പാടില്ല. എല്ലാ അയ്യഅ്സുറ അലൈക്കും ഫതസ്ബഹു ജസ്അതൻ മിനൽ ലഅനി, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്മരിയാടിൽ നിന്നും 6 വയസ്സ് പൂർത്തിയായതിനെ അറക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ചെമ്മരിയാടാവുമ്പോൾ 6 വയസ്സ് പൂർത്തിയായാൽ അതിനെ അറുക്കാവുന്നതാണ്. മറ്റുള്ള മൃഗങ്ങൾക്ക് 2 വയസ്സ് തികയുക എന്നുള്ളതാണ് അതിന്റെ പ്രായമെന്ന് പറയുന്നത്. മുസിന്ന എന്നാൽ മൃഗങ്ങളിലെ പ്രായപരിധിയാണ്. ജനിക്കുമ്പോൾ ഉള്ള പല്ലുകൾ മാറി സ്ഥിരമായി നിലനിൽക്കുന്ന തീറ്റപ്പല്ല് വന്നവ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തീറ്റപ്പല്ല് വന്ന മൃഗങ്ങളെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ, ബലികർമ്മം നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ തീറ്റപ്പല്ല് വന്നവ എന്നതാണ് മുസിന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എത്രയാണ് ആ തീറ്റപ്പല്ലിന്റെ പ്രായമായിട്ട് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത്?
കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാവുന്നതാണ്. കോലാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി എന്നതാണ് ഭൂരിപക്ഷാഭിപ്രായം. 1 വയസ്സ് തികഞ്ഞാൽ മതി. 2 വയസ്സ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും അതുപോലെ തന്നെ ശരിയുമായിട്ടുള്ള അഭിപ്രായം കോലാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി എന്നുള്ളതാണ്. ചെമ്മരിയാടിന്റെ വിഷയത്തിൽ 6 മാസം പൂർത്തിയായാൽ 6 മാസം പൂർത്തിയായിക്കൊണ്ട് 7ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ചെമ്മരിയാട് അതിന്റെ പ്രായം തികഞ്ഞു എന്നുള്ളതാണ്. മാടുകൾക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കണം. പോത്ത്, കാള ഇവയെല്ലാമാണ് മാടുവർഗത്തിൽ പെടുക. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ബലിമൃഗത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കോലാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി. മാടുകൾക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കണം. പോത്ത്, കാള തുടങ്ങിയവയാണ് മാടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ബലിമൃഗം അതിന്റെ ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നന്നാകുന്നുവോ അത്രത്തോളം ആ ബലിമൃഗം ശ്രേഷ്ഠമാണ്, അത് അഫ്ളലിയത്തുള്ളതാണ് എന്നുള്ളതാണ് ബലിമൃഗത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ സമീപനം എന്ന് പറയുന്നത്. ഉളഹിയത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങളിൽ അവയുടെ മാംസം ചുരുങ്ങുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതായ ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല മാദാ യുത്തഖാ മിനൽ ദഹായ, ബലിമൃഗങ്ങളിൽ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 ഇനം മൃഗങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട്. അൽ അർജാഉൽ ബയ്യിനു ദൽഉഹാ, അൽ അർജാഉൽ ബയ്യിനു ദൽഉഹാ, മുടന്ത് പ്രകടമായിട്ടുള്ള മൃഗങ്ങളെ മാറ്റി നിർത്തണം. മുടന്തുള്ളവ, ആ മുടന്ത് വളരെ പ്രകടമാണ്, അതിനെ മാറ്റി നിർത്തണം. വൽ ഔറാഉൽ ബയ്യിനു ഔറുഹാ, കണ്ണിന് കേടുള്ളവ, ആ കണ്ണിന്റെ കേട് പ്രകടമാണ്. മുടന്ത് പ്രകടമായവ, അതുപോലെ തന്നെ കണ്ണിന്റെ കേട് പ്രകടമായവ, അതിനെയും മാറ്റി നിർത്തണം. വൽ മരീളതൽ ബയ്യിനു മറദുഹാ, അതുപോലെ തന്നെ രോഗം പ്രകടമായിട്ടുള്ള രോഗമുള്ളവ, ചെറിയൊരു രോഗം, ചെറിയൊരു ജലദോഷം എന്നൊക്കെ പറയുന്ന രീതിയിലല്ല, പ്രകടമായിട്ടുള്ള രോഗമുള്ളവ, അതിനെയും മാറ്റി നിർത്തണം. വൽ അജ്ഫാഉ ലത്തി ലാ തുൻഖി, മജ്ജയും നെയ്യും നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയ മൃഗങ്ങൾ ഉണ്ടാവും, അതിനെയും മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത്. നിസ്സാരമായ ന്യൂനതകളാണ് അവക്കുള്ളതെങ്കിൽ, മൃഗങ്ങൾക്കുള്ളതെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ രോഗമോ ന്യൂനതയോ പ്രകടമാണെങ്കിൽ അത് മാറ്റി നിർത്തണം. കാരണം അതിന്റെ മാംസം ചുരുങ്ങാനോ മാംസം രുചികരമല്ലാതാവാനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഉളഹിയ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ തന്നെ 1-2 ആഴ്ചകൾക്ക് മുന്നോടിയായിട്ട് തന്നെ എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് ഉളഹിയ്യത്തിനെ സംബന്ധിച്ച് പറയുന്നത്. കാരണം ബലിയറക്കുന്നയാള്, ബലിദായകൻ പെരുന്നാളിന്റെ മുമ്പ് തന്നെ ബലിമൃഗത്തെ വാങ്ങി പരിപാലിക്കുകയും എന്നിട്ട് അതിനോട് വല്ലാത്ത സ്നേഹവും അടുപ്പവും ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ ബലിയറുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. ആ ബലിപെരുന്നാളിന്റെ തലേ ദിവസം ചന്തയിൽ പോയിട്ട് ഒരു എണ്ണം വാങ്ങി വന്ന് അറുക്കുക. അറുത്തു കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ കുറച്ച് നേരത്തെ തന്നെ വാങ്ങുകയും എന്നിട്ട് ആ മൃഗവുമായിട്ടൊരു മാനസികമായ ഇണക്കം വരികയും അതിനുശേഷം അതിനറക്കുകയും ചെയ്യുമ്പോൾ ആ ബലികർമ്മത്തിന് കൂടുതൽ ചൈതന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പോഴേക്കും ആ മൃഗവും ബലിയറുക്കുന്നവരും തമ്മിൽ വല്ലാത്തൊരു അടുപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ അറുക്കുമ്പോഴാണ് അത് കൂടുതൽ ഹൃദയസ്പർശിയായിട്ട് മാറുന്നത്. കൂടുതൽ ഹൃദയസ്പർശിയാവണം ബലികർമ്മം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹു തആലക്ക് ലഭിക്കുന്നില്ല. അല്ലാഹു തആലക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്, തഖ്വയുടെ പ്രകടനമാണത്, തഖ്വയുടെ ആവിഷ്കാരമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് കേവലം ഒരു ചാരിറ്റി അല്ല. ഇന്ന് പൊതുവെയുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ആളുകൾക്ക് ഇതിന്റെ പിന്നാലെ മെനക്കെടാനുള്ള ഒരു താല്പര്യമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ബലികർമ്മം നിർവഹിക്കുന്നുണ്ട് എന്ന് വെച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. നാട്ടിലതൊന്നും ചെയ്യാതെ അയച്ചു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അത് അതിൻ്റെതായ തോതിലും പരിധിയിലുമാണെങ്കിൽ. പക്ഷേ നാടുകളിൽ അതില്ലാതായിട്ട് മാറുക, മഹല്ലുകളിൽ അതിന് ഒട്ടും ഒരു പ്രമോഷൻ ഇല്ലാതായി മാറുക എന്നത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന സംഗതിയല്ല. മഹല്ലുകൾ അത് നടന്നിരിക്കണം എന്നുള്ളതാണ്. കാരണം ബലികർമ്മത്തിലൂടെ ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന കാലികളിൽ തൗഹീദിന്റെയും തക്ബീറിന്റെയും പ്രഖ്യാപനം നിർവഹിക്കുകയാണ്.
പാവപ്പെട്ടവർക്ക് കുറെ മാംസം നൽകുക എന്ന് മാത്രമല്ല, അത് തൗഹീദിന്റെയും തക്ബീറിന്റെയും പ്രഖ്യാപനമാണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എല്ലാ സമൂഹങ്ങൾക്കും നാം ബലികർമ്മത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു അവർക്ക് നൽകിയ മൃഗങ്ങളിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബലികർമ്മം. ഫഇലാഹുകും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹി ഏകനായ അല്ലാഹുവാൻ. ആ അള്ളാഹുവിന്റെ നാമം ഈ ബലിമൃഗങ്ങളെ അറക്കുമ്പോൾ നിങ്ങൾ പരാമർശിക്കുന്നതിന് വേണ്ടി ദിക്റുകളായി തൗഹീദിന്റെയും തക്ബീറിന്റെയും മന്ത്രങ്ങളായിട്ട് അത് ഉയരണം. അതിനു വേണ്ടിയാണ് ഈ ബലികർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. ഫലഹു അസ്ലിമു, നിങ്ങൾ അള്ളാഹുവിനെ സമർപ്പിതരാവണേ. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനീത വിധേയരായ ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സമർപ്പണത്തിന്റെ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാനുള്ള മഹത്തായ പ്രതിജ്ഞയാണ് ബലി എന്ന് പറയുന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറലാണ്. ബലിപെരുന്നാൾ ദിനത്തിലും അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിലും ഒരു സത്യവിശ്വാസി നിർവഹിക്കുന്ന ആ ബലിപെരുന്നാൾ നമസ്കാരം പോലെ തന്നെ സത്യവിശ്വാസി നിർവഹിക്കുന്ന ഉത്കൃഷ്ടമായ ഏറ്റവും വലിയ കർമ്മങ്ങളിലൊന്നാണ് ബലി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബലിപെരുന്നാൾ ദിനങ്ങളിലും അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിലും ഒരു സത്യവിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാണ് ബലി. മാ അമില ആദമിയ്യൻ മിൻ അമലി യൗമൻ നഹ്രി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദം. മാ അമില ആദമിയ്യും മിൻ അമലിൻ, ഒരു മനുഷ്യനും ഒരു സുകൃതവും ചെയ്യുന്നില്ല യൗമൻ നഹ്രി, ബലിപെരുന്നാൾ ദിനത്തിൽ അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? ബലിപെരുന്നാൾ ദിനത്തിൽ മിൻ ഇഹ്റാഖി ദം, അത് ബലികർമ്മം നിർവഹിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹദീസ് സ്വഹീഹാണ്. സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബലിദിനത്തിലെ ബലി പെരുന്നാൾ ദിനത്തിലെ കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ബലിദായകരായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാർ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോ അവരോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ബലി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതിനാൽ സുഹൃത്തിന്റെ വിരക്തിയുടെ ഹാവഭാവങ്ങളോടെയാണ് ഉലഹിയത്തിന് നമ്മൾ തയ്യാറാവേണ്ടത്. നമ്മുടെ ഹാജിമാർ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിച്ചാൽ വിരക്തിയുടെ വല്ലാത്ത ഒരു പ്രകടനം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആ വിരക്തിയുടെ ഹാവഭാവങ്ങളോടെ ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കാനാ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വ അറാദ അഹദുക്കും അയ്യുദഹിയ ഫല്യുംസിക് അൻ ശഅരിഹി വ അൽഫാരി. നിങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ പിറ കണ്ടാൽ, അതല്ലെങ്കിൽ ആ കണ്ട വിവരം നിങ്ങൾക്ക് ലഭിച്ചാൽ, വ അറാദ അഹദുക്കും അയ്യുദഹിയ, നിങ്ങളിൽ ഒരാൾ ബലികർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫല്യുംസിക് അൻ ശഅരിഹി വ അൽഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മുടിയോ അവന്റെ നഖങ്ങളോ നീക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മുടി നീക്കാതിരിക്കുക ബലികർമ്മത്തിന് നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉദ്ദേശിച്ചു. പക്ഷേ ദുൽഹജ്ജിന്റെ മാസപ്പിറയുടെ ദർശന വിവരം ലഭിച്ചു. ആ വിവരം ലഭിച്ചാൽ പിന്നീട് ശരീരത്തിൽ നിന്ന് മുടി നീക്കം ചെയ്യാതിരിക്കുക, ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും അതേപോലെ തന്നെ നഖവും നീക്കം ചെയ്യാതിരിക്കുക. അത് വല്ലാത്തൊരു വിരക്തിയുടെ ഭാവമാണ്. ആ വിരക്തിയുടെ ഭാവത്തോടുകൂടി ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കാനാണ്. പിന്നീട് ബലികർമ്മം നിർവഹിച്ചു കഴിഞ്ഞാലാണ് അതെല്ലാം നീക്കം ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണോ ബലികർമ്മം നിർവഹിക്കുന്നത് അയാളാ ചെയ്യേണ്ടത്. കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന് ബാധകമായിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇനി ബലികർമ്മത്തിന് ഒരാൾ ഉദ്ദേശിച്ചത് ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷമാണെങ്കിൽ, എന്നാണോ അയാൾ ബലികർമ്മത്തിന് നിയ്യത്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ അന്ന് മുതൽ ഈ നിയമം ബാധകമാണ്. പക്ഷെ ദുൽഹജ്ജിന് ശേഷം മതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ചൈതന്യത്തോടുകൂടി ബലികർമ്മം നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പാളയം മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉളഹിയ ഷെയർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷെയർ 12,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വൈകാതെ തന്നെ ആളുകൾ അവരുടെ ഷെയർ ഏൽപ്പിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പെരുന്നാളിലേക്ക്, ബലിപെരുന്നാളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് കാലികളെ നേരത്തെ തന്നെ വാങ്ങണം, അവയെ പരിപാലിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെല്ലാം ഒന്ന് കൂടുതൽ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഷെയറുകൾ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് കാശ് കയ്യിലില്ലാത്ത ആളുകൾ അവരുടെ ഓഫർ എന്താണോ, എത്ര ഷെയർ ആണോ അവർ കൂടുന്നത്, ആ ഷെയർ അവരുടെ സംഖ്യ അതല്ലെങ്കിൽ അവരുടെ ഷെയർ എത്രയാണോ അത് ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകമായിട്ട് അറിയിക്കണം. ഇനിയും നമ്മൾ അതിൽ സാവകാശം വാങ്ങരുത്. പെട്ടെന്ന് തന്നെ ആ കാര്യം, അതായത് ഉളഹിയത്തിന്റെ ഷെയർ കൊടുക്കുക എന്ന കാര്യത്തിലേക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഉളഹിയത്ത് അടക്കമുള്ള എല്ലാ സംരംഭങ്ങളെയും പൂർണ്ണമായ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഭംഗിയായിട്ട് അത് ഈ വർഷവും ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉളഹിയ്യത്ത് അടക്കമുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ സംഭാവനകൾ അർപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല നല്ല നിയ്യാത്തുകൾ വെച്ചുകൊണ്ടാണോ, ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ ദുന്യവിയും ഉഖ്റവിയുമായിട്ടുള്ള നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും സഫലീകരിച്ചു തരുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്കും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അതിന്റെ സവാബ് പൂർണ്ണമായിട്ടും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും അതുപോലെ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അല്ലാഹു തആല, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു പ്രത്യേകമായിട്ട് അവരെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. നാദാ, പടച്ച തമ്പുരാനെ, രാജ്യത്തും മുസ്ലിങ്ങളും മർദ്ദിത ജനവിഭാഗങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹുവേ അതിൽ നിന്ന് നീ രക്ഷ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് മദ്രസകൾ ബുൾഡോസർ കൊണ്ട് തകർക്കപ്പെട്ട വാർത്തകൾ, അതുപോലെ തന്നെ മസ്ജിദുകൾ തകർക്കപ്പെട്ട വാർത്തകളെല്ലാമാണ് കേൾക്കുന്നത്. അല്ലാഹുവേ, സമാധാനപൂർവമായ ഒരു അന്തരീക്ഷം നാട്ടിൽ ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പര സ്നേഹവും സൗഹാർദ്ദവും പടച്ച തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ പ്രദേശങ്ങളിലും നീ ശക്തിപ്പെടുത്തി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
അല്ലാ അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ് പടച്ചവനെ. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് പടച്ച തമ്പുരാനെ. ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.